നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോന്നിക്കടുത്ത് മുറിഞ്ഞകലിൽ കാർ നിയന്ത്രണം വിട്ട് ശബരിമല തീർത്ഥാടകരുടെ വാഹനത്തിലിടിച്ച് മരിച്ച നവദമ്പതികളായ മല്ലശ്ശേരി പുറത്തൻതുണ്ടിൽ നിഖിൽ മത്തായി, ഭാര്യ അനു ബിജു, നിഖിലിന്റെ പിതാവ് മത്തായി ഈപ്പൻ, അനുവിന്റെ പിതാവ് മല്ലശ്ശേരി വട്ടക്കുളഞ്ഞി പുത്തൻവിള കിഴക്കിയതിൽ ബിജു ജോർജ് എന്നിവരുടെ സംസ്കാരം 19-ന് മല്ലശ്ശേരി പൂങ്കാവ് സെന്റ് മേരീസ് കത്തോലിക്ക പള്ളിയിൽ നടക്കും. മത്തായി ഈപ്പന്റെയും അനിലിന്റെയും അനുവിന്റെയും മൃതദേഹങ്ങൾ കുടുംബ കല്ലറയിലും ബിജുവിന്റെ മൃതദേഹം മറ്റൊരു കല്ലറയിലുമാണ് സംസ്കരിക്കുക. ഇടത്തിട്ടയിലെ സ്വകാര്യ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ വ്യാഴാഴ്ച രാവിലെ പുറത്തെടുക്കും. 2 വീടുകളിലും എത്തിച്ച് പ്രാർത്ഥന നടത്തിയ ശേഷം 8 മണിയോടെ പൂങ്കാവ് സെന്റ് മേരീസ് പള്ളി ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് 12 വരെ പൊതുദർശനത്തിന് വയ്ക്കും. ഉറ്റവരെ നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ കഴിയുന്ന മത്തായി ഈപ്പന്റെ ഭാര്യ സാലിയും ബിജു ജോർജിന്റെ ഭാര്യ നിഷയും മകൻ ആരോണിനെയും ആശ്വസിപ്പിക്കാൻ ബന്ധുക്കളും നാട്ടുകാരും വീടുകളിലുണ്ട്. മലേഷ്യയിൽ ഹണിമൂൺ ആഘോഷത്തിന് പോയി മടങ്ങി വന്ന നിഖിലിനെയും അനുവിനെയും ഞായറാഴ്ച പുലർച്ചെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോഴായിരുന്നു അപകടമുണ്ടായത്. അനുവിന്റെ നിഖിലിന്റെ വിയോഗം ഉൾക്കൊള്ളാൻ പ്രിയപ്പെട്ടവർക്ക് കഴിയാത്ത അവസ്ഥയാണ്. ഇരുവരുടെയും വേർപാടിൽ നടുങ്ങിയിരിക്കുകയാണ് നടി സയന കൃഷ്ണ. തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഒരു കുറിപ്പും നടി പങ്കുവച്ചിട്ടുണ്ട്. ചേച്ചി മുട്ട എന്നുള്ള വിളി ഇനി കേൾക്കാനാകില്ലല്ലോ മോളെ. ഇന്ന് നിനക്കുള്ള പിറന്നാൾ ആശംസകൾ ഞങ്ങൾ എങ്ങനെ നൽകണം? 8 വർഷം കാത്തിരുന്ന് സ്വന്തമാക്കിയ പ്രണയവുമായി നീ യാത്രയായപ്പോൾ ഞങ്ങൾക്ക് നഷ്ടമായത് കളങ്കമില്ലാത്ത നിന്റെ സൗഹൃദമാണ് അനുക്കുട്ട. വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നീ ഞങ്ങൾക്ക് സമ്മാനിച്ചത് എന്നും ഓർമ്മിക്കപ്പെടുന്ന സുന്ദരമായ നിമിഷങ്ങളാണ്. ശപിക്കപ്പെട്ട ഈ പകൽ സമ്മാനിച്ചത് തീരാ ദുഃഖവും നിന്റെ കരുതലും സ്നേഹവും എന്നും എന്റെ ഹൃദയത്തിൽ ജീവിക്കും. നീ തന്നുപോയ സ്നേഹത്തിന് നന്ദി. ആത്മാവിന് നിത്യശാന്തി നേരുന്നുവെന്നാണ് സയന കുറിച്ചത്. അനു നിഖിൽ വിവാഹം നടന്നത് അടുത്തിടെയായിരുന്നു. വിവാഹത്തിന് ശേഷം ഹണിമൂണിനായി മലേഷ്യയ്ക്ക് പോയി മടങ്ങി വരുമ്പോഴാണ് അപകടം സംഭവിച്ചത്. നവംബർ 30-നായിരുന്നു ഇരുവരുടെയും വിവാഹം. നിഖിൽ ഈപ്പൻ മത്തായി കാനഡയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. വർഷങ്ങളോളം നീണ്ട പ്രണയത്തിന് ഒടുവിലായിരുന്നു അനു നിഖിൽ വിവാഹം. 8 വർഷം മുൻപ് നാട്ടുകാരിയും ഒരേ ഇടവകക്കാരിയുമായ അനുവിനോട് നിഖിൽ മത്തായിക്ക് തോന്നിയ ഇഷ്ടമാണ് വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹത്തിലേക്ക് എത്തിയത്. എന്നാൽ ആശിച്ച് മോഹിച്ചു കിട്ടിയ ജീവിതം തുടങ്ങും മുൻപേ ഇരുവരും മരണത്തിന് കീഴടങ്ങി. അരുമ മക്കളുടെയും പാതി ജീവനും വിട പറഞ്ഞതിന്റെ നൊമ്പരത്തിൽ തേകുകയാണ് സാലിയും നിഷയും. നിഖിലെ മോനെ, നീ ഇതിനു വേണ്ടിയായിരുന്നോടാ നാട്ടിലേക്ക് വന്നത്? എന്റെ പിള്ളേരും ഇച്ചാനും എന്നെ ഒറ്റയ്ക്കാക്കി പോയല്ലോ എന്ന് നിഖിലിന്റെ അമ്മ സാലി നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞപ്പോൾ കേട്ടു നിന്നവർക്കും കരച്ചിലടക്കാനായില്ല. കാനഡയിൽ ക്വാളിറ്റി ടെക്നീഷ്യനായിരുന്ന നിഖിൽ വിവാഹത്തിന് വേണ്ടിയായിരുന്നു നാട്ടിലെത്തിയത്. ജനുവരി 18-ന് അനുവിനൊപ്പം തിരിച്ചു പോകാനിരിക്കുമ്പോഴായിരുന്നു ദുരന്തം പടിവാതിലെത്തിയതും. നിഖിൽ മുസലിയാർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് പഠനം പൂർത്തീകരിച്ചത്. പള്ളിയിലെ പരിപാടികളും സജീവമായിരുന്നു. നിഖിലിന്റെ സഹോദരി നിത വിദേശത്താണ്. അനുവിന്റെ വീട്ടിന്റെ സ്വീകരണമുറിയിൽ തേങ്ങിക്കരയായിരുന്ന അനുവിന്റെ അമ്മ നിഷയെ ഒന്ന് ആശ്വസിപ്പിക്കാൻ എന്ത് പറയണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു ബന്ധുക്കളും അടുപ്പക്കാരും.